ഓക്കെ, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സിനിമ കണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കിടിലൻ പടം. മേക്കിങ് സ്റ്റോറി കൊണ്ടൊക്കെ കിടിലൻ അടിച്ചിട്ടുണ്ട്. ആഷിഖ് അബുവാണ് ഇതിൻ്റെ ഒരു സംവിധാനം ചെയ്തേക്കുന്നത്. മികച്ച സംവിധാനമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ പ്രധാനമായിട്ടും ഞാൻ നോക്കിക്കണ്ടത് ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. കിടിലൻ റൈറ്റിംഗ് വെച്ചിരുന്ന ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് ഇവരൊക്കെയാണ് ഈ സിനിമയുടെ റൈറ്റിംഗ് ചെയ്തേക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ ഒരു രംഗങ്ങളായിരുന്നാലും ഒരു സ്റ്റോറി ലൈനായിരുന്നാലും എല്ലാം കൊണ്ടും ഞെട്ടിക്കുന്നുണ്ട്. കിടിലൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് മെയിനായിട്ടും കഥയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഫാമിലി, റൈഫിൾ ക്ലബ്ബ്. ആ ഒരു ഫാമിലിയിൽ വരുന്ന കുറച്ച് മെമ്പേഴ്സ്, അവരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങൾ. ദിലീഷ് പോത്തൻ 90s ഏറ്റവും കിടിലായിട്ടുള്ള ആ ഒരു ആക്ഷൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ വാണി വിശ്വനാഥ് ഇത് റോൾ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതൊക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ സുരഭി ലക്ഷ്മി, അങ്ങനെ വിജയരാഘവൻ, പൊന്നമ്മ ബാബു, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ സിനിമയിൽ കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാമിലി പരമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഈ ഫാമിലി എങ്ങനത്തെ ഫാമിലി എന്നറിയാമോ? പുറമെ നോക്കിയ നല്ല ഒരു ക്രൈസ്റ്റ് ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഷൂട്ടിംഗ് എക്സ്പേർട്ടായിട്ടുള്ള ഫാമിലിയാണ്. ഗൺ ഷൂട്ട് എല്ലാവരും. സുരേഷ് കൃഷ്ണയെ കൊണ്ട് നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ അദ്ദേഹമൊക്കെ റോൾ ചെയ്യുന്നുണ്ട്. A to Z പൊന്നമ്മ ബാബു ആയിരുന്നാലും അവരെയൊക്കെ ഒരുപാട് നാളെ സിനിമയിൽ കണ്ടിട്ട് അവർക്കെല്ലാം ഒരു റോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഷിഖ് അബു. അങ്ങനെയാണ് ഈ ഒരു ഫാമിലി പരമായ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റംസാനെ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റംസാൻ ഒരു പെൺകുട്ടിയും തമ്മിലൊരു മറ്റൊരു ഗ്യാങ്ങോട്ടൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. വിനീത് കുമാറുണ്ട്, നമ്മുടെ പൂച്ചക്കണ്ണ വിനീത് കുമാർ ഒരു റോൾ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അദ്ദേഹം ഒരു സിനിമ നടന്നിട്ടാണ് അഭിനയിക്കുന്നത്. ഷാമോൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഷാജഹാൻ എന്നാണ് ഫുൾ പേര്, ഷാമോൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടി വേട്ടയ്ക്ക് പോകാൻ വേണ്ടി വേട്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, വേട്ടയൊക്കെ വേണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റൈഫിൾ ക്ലബ്ബിലോട്ട് വരുന്നത്. ചുറ്റും ഫോറസ്റ്റ്, അതിൻ്റെ നടുക്കൊരു വീട് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കഥാപശ്ചാത്തലവും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഇതിൻ്റെ റിലേറ്റീവായ റംസാൻ അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇവിടെ പക്ക ഒരു ഹെവി മാസ് ഫാമിലിയാണത്. ഇവരൊക്കെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കൊന്നുകളയും കണ്ണിന്. അതാണ് ഇവരുടെ ഒരു കഴിവെന്നൊക്കെ പറയുന്നത്. പുറമേ കാണുമ്പോൾ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആൾക്കാരൊക്കെ ആണെങ്കിൽ, പക്ഷേ ഇവർക്കുള്ളിൽ ഒരുപാട് വയലൻസും എല്ലാം ഉള്ള ഒരു ടൈപ്പുള്ള കുറച്ച് കഥാപാത്രമുണ്ട് ഇവരെല്ലാവരും. ഇതിനകത്ത് വിഷ്ണു അഗസ്ത്യ എന്നൊരു ആക്ടറുണ്ട്. കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അദ്ദേഹം ഒരു വേസ്റ്റ് എന്ന രീതിക്കുള്ള കാരണം കാണിക്കുന്നത്. ദർശന രാജനുണ്ട്, അവരുടെ ഒരു പാർട്ണറായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഉണ്ണിമായ പ്രസാദ്, അവരെങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ദർശനയും ഉണ്ണിമായ പ്രസാദ് തമ്മിൽ കുറച്ച് ഒരു നാത്തും പോരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഗംഭീരം വരുന്നു. അവർ തമ്മിലുള്ള ഒരു ചെറിയൊരു ക്ലാഷ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വിഷ്ണു അഗസ്ത്യ ആദ്യമേ അദ്ദേഹത്തിന് ഒരു ചുണയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം കാണിച്ചിട്ട് പിന്നെ അദ്ദേഹം പീക്ക് ലെവലായി മാറുകയാണ്. അടിപൊളി ട്രാൻസ്ഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊത്തം ഗൺ ഷൂട്ട് പരിപാടികളാണ്. മിഷൻ ഗൺ വിസസ് ഡബിൾ ബാരൽ, ആ ഒരു ടൈപ്പുള്ളൊരു യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റംസാൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു അബദ്ധവും കാര്യങ്ങളെ കൊണ്ട് ഒരാൾ മരണപ്പെടുകയും അത് മുഖാന്തരം പിന്നെ റിവഞ്ചിന് വേണ്ടി നമ്മുടെ അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന ഒരു സിംഗർ, ഭയങ്കര ഫേമസ് ആളാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്തും ഹനുമാൻ കൈൻഡ് സിംഗർ ഒരു യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സിംഗറാണ്. അതേ റോൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അനുരാഗ് കശ്യപ് അയാളുടെ മകനായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് അനുരാഗ് കശ്യപാണ് ഗ്യാങ്ങിലെപ്പെട്ട ഒരാളാണ് ഈ നമ്മുടെ റംസാനൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. റിവഞ്ചിന് വേണ്ടിയാണ് ഈ ഒരു അനുരാഗ് കശ്യപ് ഇവിടെ വരുന്നത്. ഉള്ളത് പറയില്ല, അനുരാഗ് കശ്യപിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അയാൾ ഒരു വെറൈറ്റി പെർഫോമൻസ്. പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി, ആക്ഷൻസ്, മാനർസങ്ങൾ നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു വെറൈറ്റി പെർഫോമൻസാണ് ഇവിടെ അനുരാഗ് കശ്യപ് കാണിക്കുന്നത്. അത് കണക്കുന്നതാണ് ഈ ഒരു ഹനുമാൻ കൈൻഡ്. അദ്ദേഹം ഒരു വെറൈറ്റി സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. അച്ഛൻ്റെയും മകനുമായിട്ട് ഇവർ തമ്മിലുള്ള കുറച്ച് മാനർസൊക്കെ നല്ല ഒരു ചേർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വിജയരാഘവനെ കൊണ്ട് ഈ സിനിമയിൽ ഏറ്റവും തലമൂത്ത ഒരാളാണ് കാണിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ഒരു ഫോട്ടോപരമായിട്ട് പഴയ നടന്മാരായ KPSC അസീസ്, KPSC ബെന്നി, ഇവരെയൊക്കെ ഒരു
കാര്യം കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ഫാമിലിയിലെ പഴയ ആൾക്കാരെന്ന് എനിക്കുള്ളൊരു ഫോട്ടോ ഫ്രെയിമിൽ അവരെ കാണിക്കുന്നുണ്ട്. അവരെ കാണിച്ച സമയത്താണെങ്കിൽ എനിക്ക് പേഴ്സണലി അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒരു റെഫറൻസ് ആയിട്ട് കൊണ്ടുവന്നല്ലോ. അന്നത്തെ കാലത്ത് ഒരു 80s 90s കാലത്ത് ഏറ്റവും തിളങ്ങി നിന്ന വില്ലൻ കഥാപാത്രങ്ങളും സ്വാതന്ത്ര്യപരിച്ച വേഷങ്ങളാണ് ഈ ഒരു KPSC അസീസും KPSC ബിനിയൊക്കെ. അവരൊക്കെ മലയാള സിനിമയുടെ ഭാഗമാകുന്ന ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് നല്ല ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ഒരു സംഭവം കൊണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഷിഖ് കപൂറിൻ്റെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അത്, നൈസായിരുന്നു. പിന്നെ ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഫ്രെയിം വർക്ക്, ആ ഒരു നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്ട്രീമായിരുന്നു. എനിക്ക് ആ ഒരു വീടിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കണ്ണൊക്കെ വേറെ ലെവൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ട വാണി വിശ്വനാഥാണ്. ഒരു സീനുണ്ട് ഇതിനകത്ത്. ഈ ഹനുമാൻ കൈൻഡ് വന്നിട്ടാണെങ്കിൽ ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് വാണി വിശ്വനാഥ് ഇങ്ങനെ മുന്നോട്ട് വന്നൊരു സീനുണ്ട്. ട്രെയിലറിലേക്ക് നിന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. എക്സ്ട്രീം മാസമായിരുന്നു. ഇവരൊക്കെ ഒരു സമയത്ത് മലയാള സിനിമയിൽ എന്തോരം ഒരു വൈബ് ചെയ്തൊരു, അല്ലെങ്കിൽ ഒരു കിടിലൻ ഒരു ആക്ഷൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റിയ ഒരാളാണ് വാണി വിശ്വനാഥ്. ലേഡി ഇപ്പോഴത്തെ ഗെറ്റപ്പിലേക്ക് ഇവരെ വെല്ലാൻ വേണ്ടി പോലും ആരും മലയാള സിനിമയിൽ ഇല്ല എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. അത്രയും ഒരു പെർഫോമൻസ് ഉള്ള ഒരു വാണി വിശ്വനാഥിനെ ഇതിൽ മികച്ചതായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഗൺ ഷോട്ടും ഒരു ഗൺ ഫൈറ്റിങ്ങാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. റിവെഞ്ച് എടുക്കാൻ വേണ്ടി വരുന്ന വില്ലൻ്റെ ഒരു ഗ്യാങ് കാര്യങ്ങളൊക്കെ അവരും ഈ റൈഫിൾ ക്ലബ്ബ് ഫാമിലി മെമ്പേഴ്സ് തമ്മിലൊരു യുദ്ധം, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. മികച്ച ക്രിയേറ്റിവിറ്റി ആയിരുന്നു. ക്രിയേറ്റിവിറ്റി വെച്ച് കഴിഞ്ഞാൽ ഗൺ ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രീം ലെവലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു രീതിക്കൊരു ലാഗ് അടിപ്പിച്ചില്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിനകത്ത്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ, അദ്ദേഹം ഈ സിനിമയിലെ മറ്റേ ക്രിസ്ത്യൻ പ്രത്യേകതകളൊക്കെ കുറച്ച് ഡയലോഗുകളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഈ ഒരു ഗൺ ഷോട്ട് നടക്കാൻ നേരത്തെ അത്രയ്ക്കൊന്ന് വില പോയിരുന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അതേ ഒരു ഡയലോഗ് നീ പോസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി, ഞാനിപ്പോൾ ഗണ്ണുകൊണ്ട് വരുന്നൊക്കെ പറഞ്ഞ രീതിയില്ലേ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ രീതിക്കുള്ള ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നതിനകത്ത്. ഏതാണ്ട് ഈ ഒരു ടൈമിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കൺവേഴ്സിങ് സ്റ്റാർ സംഭവമൊക്കെ റീച്ചായിട്ടുന്ന സമയമൊക്കെ ഇരുന്നത്. അന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഷൂട്ടിംഗ് കാരണം നടന്നതായിരിക്കും ഇത്രയും ഒരു എക്സ്ട്രീമായിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഇയാളെ കൊണ്ടുവന്നതിനകത്ത്. പിന്നെ പൊന്നമ്മ ബാബുവിൻ്റെ കുറേ കോമഡി സീൻസൊക്കെ സൂപ്പറാണ് അതിനകത്ത്. അവർക്കൊക്കെ മികച്ച കുറച്ച് ഇടങ്ങളൊക്കെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തു വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. എക്സ്ട്രീമായിരുന്നു. അവസാനം മാസ് സീനെ കൊടുക്കുന്നുണ്ട്. പിന്നെ പുറമേ നോക്കി കഴിഞ്ഞാൽ ഒരു നൈസ് ഫാമിലി, പക്ഷേ ഗൺ ഷൂട്ടും കാര്യങ്ങളെ കൊണ്ട് സെറ്റായി ഈ ഫാമിലിക്കാർ ചൊറിയാൻ വേണ്ടി പോയ ഡേഞ്ചർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ദിലീഷ് പോത്തൻ, ഉണ്ണിമായ പ്രസാദ്, അവരുടെ കോമ്പിനേഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. മഹേഷിൻ്റെ പ്രതികാര സിനിമയിലാണ് ഇവർ മറ്റൊരു കോംബോ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു കാസ്റ്റിങ്ങാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. ദിലീഷ് പോത്തനും വിനീത് കുമാറൊക്കെ ഒരു വേട്ടയ്ക്കുള്ള സീനുണ്ടേ, അതൊരു പക്ക ക്രിയേറ്റിവിറ്റിയാണ്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ സിനിമയിൽ കുറേ ഈ ഒരു കടുവ മാനൊക്കെ വരുന്ന ഒരു ആനിമേഷൻ കണക്ക് സംഭവം ചെയ്യുന്നുണ്ട്. പക്ക റിയലിസ്റ്റിക്കാണ് ആ വേട്ടയ്ക്കുള്ള സീനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു വെറൈറ്റി ഫാമിലിയാണിത്. കാരണം ഇതിലുള്ള മെമ്പേഴ്സ് ആയിരുന്നാലും എല്ലായിരുന്നാലും ഹെവി ഡേഞ്ചർ ഫാമിലിയാണ്. അതങ്ങനെ സൂക്ഷ്യം കണ്ടൊക്കെ കയറി കളിക്കേണ്ട. പുറമേ അങ്ങനെ തോന്നത്തില്ല. എല്ലാ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഉള്ളിലൊക്കെ നല്ല വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈപ്പ് ഫാമിലിയാണ് ഈ ഒരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. കുറേ ആയുധശേഖരം, വാൾട്ട് ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുറേ ആയുധങ്ങളൊക്കെ സ്ഥലം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോഡ് ആയുധങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു കുടുംബമാണ് ഇവരൊക്കെ. ഇതൊന്നും അറിതാണ് ഈ ഒരു വില്ലൻ്റെ ഗ്യാങ് നമ്മുടെ അനുരാഗ് കാശ്യപ് കയറി ചൊറിയാൻ വേണ്ടി വരുന്നതിനകത്തോട്ട് സത്യം പറഞ്ഞ് അടിച്ച് വെടുപ്പായി കൊടുത്തുവാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കഥാപാത്രമാണ് എല്ലാം വരുന്നത്. ഈ സിനിമയിൽ ഇത്രയും രീതിക്കുള്ള പെർഫോമൻസ് എല്ലാം കാണിച്ച് മികച്ച സ്ക്രിപ്റ്റ് എല്ലാം തയ്യാറാക്കി. ഇനി ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞുതരാം. അതായത് ഈ സിനിമ നമുക്ക് ഈ റൈഫിൾ ക്ലബ്ബിന് നമുക്ക് മാർക്കമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു അനുരാഗ് കാശ്യപ്, ഹനുമാൻ കൈൻഡ് ഇവർ അച്ഛനും മകനുമാണ്. അപ്പം റംസാൻ്റെയൊക്കെ ഒരു ഇഷ്യൂ മുഖാന്തരമാണ് അവരിവിടെ വരുന്നത്. ഒരാൾ അവർ മകനെ അടിച്ചു കൊല്ലുന്നേ മരണപ്പെട്ടു പോകുന്നത്, പിന്നെ പ്രതികാരമൊക്കെയാണ് വരുന്നത്. മറിച്ച് മാർക്കോ സിനിമയിലെ ആ ഒരു ടൈപ്പ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് വന്നിരുന്നെങ്കിൽ സൂപ്പർ ക്ലാഷ് കാണാൻ വേണ്ടി പറ്റും. സൈറസ് ഫാമിലിയൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇമാജിൻ ചെയ്യുന്നതിനാണ്. കാരണം അത്രയ്ക്കൊരു സംഭവം ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൈറസിൻ്റെ ആ ഒരു മാർഗോല ആ ഒരു ഫാമിലിയൊക്കെ ഈ ഒരു ഇടത്താണ് കയറി വന്നിരുന്നെങ്കിൽ എന്താകും അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേ ഇവർ ഭയങ്കര ട്രിക്കി ആയതുകൊണ്ട് ഇവർ ജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കര ടൈറ്റ് ടീമായിട്ട് അവർ ജയിക്കുമായിരിക്കും. അങ്ങനെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ആ ഒരു ഇമാജിൻ കണക്കത്തൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. സൈറസ് ആൻഡ് ഫാമിലി വിസസ് റൈഫിൾ ക്ലബ്ബ് ഇങ്ങനെ ഒന്ന് മുട്ടി എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ സെറ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു മികച്ച വെറൈറ്റി കോൺസെപ്റ്റ് സിനിമയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വിഷ്വൽ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു ഗൺ ഷോട്ട് ഒരു കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് കഥ പറഞ്ഞൊരു സിനിമയും കാര്യങ്ങളും. ഒരു ലാഗൊന്നുമില്ല, ലെങ്ത്തൊക്കെ വളരെ കുറവാണ്. 1 മണിക്കൂർ 52 മിനിറ്റൊക്കെ മാത്രമേ ലെങ്ത്തുള്ളൂ. വളരെ നല്ല കാര്യം. അത് കേട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോയി മുഷിപ്പിക്കാതെ നൈസായിട്ട് ഒതുക്കിയതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സിനിമയിലെ സംവിധായകൻ റാഫി ഒരു വേഷം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നന്നായിരുന്നു. നൈസ് കഥാപാത്രം കരണം ചെയ്ത് വച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാർ ചേസിങ് സീനൊക്കെ ഉണ്ട്, വളരെ നന്നായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമ കണ്ടിരിക്കണം എന്ന് പറഞ്ഞില്ല, കാണണം. കാരണം അമ്മാതിരി ഒരു വൈബ് പടമാണത്. മേക്കിംഗ് കൊണ്ടും ഒരു ഹൗസ് മേക്കിംഗ് കാര്യങ്ങളെല്ലാം എക്സ്ട്രീമായിരുന്നു. ഗൺ ഷോട്ട് സൂപ്പറായിരുന്നു. വാണി വിഷ്ണുവിൻ്റെ ഒരു ഗ്രേറ്റ് കംബാക്ക്, അവരുടെ മാനസങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഹനുമാൻ കൈൻ്റെ അനുരാഗ് കാശിവിൻ്റെ പെർഫോമൻസ്, അനുരാഗ് കാശിവ് നന്നായിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ, വിഷ്ണു അഗസ്ത്യ, ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, ഉണ്ണിമായ പ്രസാദ്, ദർശന രാജേന്ദ്രൻ, ഇവരെങ്ങനെ ഒട്ടുമിക്ക താരങ്ങളുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. നല്ലൊരു ഗൺ ഷോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ മികച്ചതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പറയാൻ വേണ്ടി പറ്റും. ക്യാമറ വർക്ക് സൂപ്പറായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് മൂവിയാണ്. നൈസ് തീം, നൈസ് കഥ, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമ. നൈസ് മൂവി എന്ന് വെച്ചാൽ കിട്ടില്ല, അങ്ങനെ വേണം പറയാനുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ടെലിഗ്രാമിലേക്ക് ലിങ്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യം വെച്ചിട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റും. മികച്ച സിനിമ, കിടിലം പടം, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രയ്ക്ക് ഗംഭീരമായ ഒരു മേക്ക് നടത്തിയ ഒരു സൂപ്പർബ് സിനിമ. ഇതാണ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെ പറ്റി എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ. സോ ഇത്രയുള്ളൂ പറയാനായിട്ട്. മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഓൾ ഓഫ് കാസ്റ്റിംഗ്, പെർഫോമൻസ്, വില്ലന്മാർ, ഹനുമാൻ കൈൻഡ്, ദിലീഷ് പോത്തൻ കിടിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷമോ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ, മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരേക്കും ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.